ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാബൂലി ചന റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 കപ്പ് വെള്ളക്കടല നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുന്നു. ഓക്കെ, ഇത് നന്നായി വാഷ് ചെയ്ത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-12 വിസിൽ പോട്ടെ. പിന്നെ വെള്ളം അടിപൊളിയായിട്ട് വെക്കണേ, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ വിസിൽ മതിയായില്ലെങ്കിൽ, വിസിലിന് ഞാൻ ഉദ്ദേശിച്ചത് വേവ് മതിയായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 4-5 വിസിലും ഇടാം. കടല അടിപൊളിയായിട്ട് വെന്ത് വരണം, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നല്ല, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, ഇനി ഒരു പാനിൽ ഒരു ഒണിയൻ ചോപ്പ് ചെയ്തതും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി യൂസ് ചെയ്യുമല്ലോ. ഇനി ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി വേണം. അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഒരു ബ്രൗണിഷ് നിറം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടിയായിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഓഫ് ഗരം മസാല, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ പൊടികളൊന്നുമില്ല. ഇത് തന്നെ ധാരാളം അല്ലേ. ഇനി നമ്മളിത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റാം. ഇത് ഒണിയൻസായിട്ടും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയിട്ട് എല്ലായിട്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ പോകുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാം. ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിലായി ഉണ്ടാവും, അത് നമുക്ക് തിളപ്പിക്കാം. ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കടലക്കുട്ടനെ ഇടാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് വേവിച്ച് എടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ഏകദേശം നിങ്ങൾക്ക് തന്നെ കാണാം അടിപൊളിയായിട്ട് പച്ചമണമൊക്കെ പോയി നിറമൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം കിടന്ന് തിളച്ച് അടിപൊളിയായിട്ട് ആ ഗ്രേവി പോലെ അതിലേക്ക് വന്ന് കഴിയുമ്പോൾ അടച്ചു വെച്ച് ഞാൻ വേവിക്കുക കുറച്ച് നേരം. നമുക്ക് നമ്മുടെ കടലേനെയും ഇതിലേക്ക് ഇടാം. കടലയും ഈ ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി അടിപൊളിയായിട്ട് കുറുകി വരുന്നേക്കാൾ ഉപരി ഒരു വാട്ടറി കൺസിസ്റ്റൻസ് ആയാൽ ഈ കടലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരിക്കും തോറും, ചൂടുണ്ടല്ലോ, ചൂടോടെ ഇരിക്കും തോറും ഇത് കുറച്ച് കട്ടിയായി വരും. പിന്നെ ആവശ്യത്തിന് മല്ലി ഇലയൊക്കെ തൂകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാബൂലി ചന മസാല നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കടലൊക്കെ ഉടച്ച് കൊടുത്താൽ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൾസാണ് കാബൂലി ചന എന്ന് പറയുന്നത്. പക്ഷേ വേവിക്കണം, അടിപൊളിയായിട്ട് വെന്ത് കിട്ടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, കഴിക്കാനും രുചിയുണ്ടാവുള്ളൂ. സോ നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്, പുട്ടിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഓക്കെ, ഇനി ഞാനിത് ഒരു കുറ്റിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു കുഞ്ഞൊരു പുട്ട് എടുത്തിട്ടുണ്ട്. ഈ ചൂടോടെ നമ്മുടെ ഈ കറി നമുക്കതിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റാണേ. ഒരുപാട് മസാലസ് ഒന്നുമില്ല, ഒരുപാട് എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മൈൽഡ് ആയാലും നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.